ഇപ്പൊ മാർക്കറ്റിൽ നല്ല കൂളർ മേടിക്കണമെങ്കിൽ മിനിമം 7,000 to 15,000 വരെ സ്പെൻഡ് ചെയ്യണം. ഇൻ കേസ് റോങ് കൂളറിനെ മേടിച്ചാൽ ഈ സമ്മർ മുഴുവനും സഫർ ആവേണ്ടി വരും. സോ നിങ്ങളുടെ മണി വേസ്റ്റ് ആവാതെ ഓൺലൈനിൽ റിസർച്ച് ചെയ്ത് ആമസോണിലുള്ള ടോപ്പ് 4 കൂളേഴ്സിന് മേടിച്ച് 30 days കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തു. ലൈക്ക് ഇതിൽ എയർ ഫ്ലോ എങ്ങനെയുണ്ട്, നോയ്സ് എത്ര വരും, വാട്ടർ കൺസംഷൻ എങ്ങനെയുണ്ട്, ഇങ്ങനെയെല്ലാം സൈഡ് ബൈ സൈഡ് വെച്ച് കമ്പയർ ചെയ്യുക. സോ ഈ വീഡിയോയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു നല്ല കൂളറിന് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റും. യൂഷ്വലി കൂളേഴ്സിൽ 3 ടൈപ്സ് കാണും: പേഴ്സണൽ കൂളേഴ്സ്, ടവർ കൂളേഴ്സ് ആൻഡ് ഡെസേർട്ട് കൂളേഴ്സ്. മോസ്റ്റ്ലി ഞങ്ങൾ എല്ലാവരും മേടിക്കുന്നത് ഡെസേർട്ട് കൂളേഴ്സ് ആണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ ഡെസേർട്ട് കൂളേഴ്സിന് മാത്രം മേടിച്ച് റിവ്യൂ ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി കൂളേഴ്സ് മേടിക്കുമ്പോൾ എന്തൊക്കെ നോക്കണമെന്ന് പറഞ്ഞൊരു ബൈങ് ഗൈഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മേടിച്ച ടോപ്പ് ബ്രാൻഡ്സ് എന്താന്ന് വെച്ചാൽ കെൻസ്റ്റാർ മഹാകൂൾ, ബജാജ് ചിസിൽ, സിംഫനി സുമോ ആൻഡ് ഹാവൽസ് കൺവേർട്ടബിൾ. ഇതെല്ലാം നിങ്ങൾക്ക് 10,000 to 15,000 പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ഞാൻ ഈ കൂളേഴ്സ് മേടിക്കാൻ ഓൺലൈനിൽ റിസർച്ച് ചെയ്യുമ്പോൾ കുറെ പേര് റിവ്യൂസിൽ വീൽസിന്റെ ക്വാളിറ്റി കൊള്ളത്തില്ല, ബിൽഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യണം, പാച്ച് ക്വാളിറ്റിനെ കുറിച്ച് അറിയണമെന്ന് കുറെ പേര് കമന്റ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ വർക്ക് ആവുമെന്ന് റിയൽ ടൈമിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കിയാ കെൻസ്റ്റാറിൽ തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയലിനെ യൂസ് ചെയ്തു. ഹാവൽസിലാണെങ്കിൽ ABS and PP ഈ 2 പ്ലാസ്റ്റിക്സിന്റെ കോമ്പിനേഷനെ യൂസ് ചെയ്യുക. ഇനി ഈ രണ്ടും ചെക്ക് ചെയ്താ നല്ല സോളിഡ് ആയിട്ടുണ്ട്. ആൻഡ് ഇതിൽ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് യൂസ് ചെയ്തെന്ന ഫീലും വരുന്നില്ല. നെക്സ്റ്റ് ബജാജിൽ ABS പ്ലാസ്റ്റിക്കിനെ യൂസ് ചെയ്തു. ഇത് ചെക്ക് ചെയ്തപ്പോ വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നി. ആൻഡ് ലാസ്റ്റ് സിംഫനി ആണെങ്കിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്തെന്ന് ബ്രാൻഡുകാർ ശരിക്കും പറഞ്ഞില്ല. ഇപ്പോ ഇതെല്ലാത്തിലും വെള്ളം ഇടാതെ ഇതിന്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്താൽ ഹാവൽസ് 18 kgs ഉണ്ട്, കെൻസ്റ്റാർ 17.5 kgs ഉണ്ട്, ബജാജ് 14 kgs വെയിറ്റ് ഉണ്ട്. ഇനി സിംഫനി എല്ലാത്തിനേക്കാൾ കുറവ് 13.4 kgs ഉള്ളൂ. ഇപ്പൊ ഈ കൂളേഴ്സിന്റെ വീൽസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. യൂഷ്വലി ഞങ്ങൾ കൂളേഴ്സിൽ വെള്ളം ഒഴിച്ചപ്പോ അതിന്റെ വെയിറ്റ് ഡബിൾ ഓർ ട്രിപ്പിൾ ആവും. സോ ഞങ്ങൾ കൂളേഴ്സ് മൂവ് ചെയ്യുമ്പോൾ ആ വെയിറ്റ് മുഴുവനും വീൽസിന്റെ മേളിൽ വീഴും. സോ വീൽസ് ക്വാളിറ്റിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ വീൽസ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. എല്ലാത്തിലും വീൽസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ കെൻസ്റ്റാർ ആൻഡ് സിംഫനി ഈ രണ്ടിലും ലെഗ്സ് കൊടുക്കുന്നത് കാരണം ഫ്ലോർ ആൻഡ് കൂളറിന്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് കാരണം ഈ കൂളേഴ്സിന്റെ കോർണേഴ്സിൽ വെച്ചാലും ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ടിരിക്കും. ബട്ട് റിമൈനിങ് കൂളേഴ്സിൽ ഈ ഗ്യാപ്പ് കുറവാണ്. കെൻസ്റ്റാറിൽ ഈ വീൽസ് അലുമിനിയം അറ്റാച്ച്മെന്റ് കൊണ്ട് വരുന്നത് കാരണം സ്ട്രോങ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ കൂളേഴ്സിൽ ടാങ്ക് കപ്പാസിറ്റി എത്രയുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ മേടിച്ച കൂളേഴ്സിലാണെങ്കിൽ കെൻസ്റ്റാറിൽ 60 liters, ബജാജിൽ 70 liters, സിംഫനിയിൽ 75 liters ആൻഡ് ലാസ്റ്റ് ഹാവൽസ് ആണെങ്കിൽ 80 liters കപ്പാസിറ്റി കൊണ്ടാണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നിങ്ങളുടെ യൂസേജിനെ അനുസരിച്ച് ടാങ്ക് സൈസിന് ഡിസൈഡ് ചെയ്യുക. സപ്പോസ് നിങ്ങൾ കൂളറിന് നൈറ്റ് മുഴുവനും യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ളത് മേടിക്കുക. ഇവിടെ നോക്കിയാൽ എല്ലാ കൂളേഴ്സും വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് വരിക. സോ നിങ്ങൾ വാട്ടറിനെ മാനുവൽ ആയിട്ട് ഫിൽ ചെയ്യുമ്പോൾ എവിടം വരെ ഫിൽ ആയി എന്ന് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇനി ഹാവൽസിലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് 2-in-1 കൺവേർട്ടബിൾ ഫീച്ചറും ഉണ്ട്. ഇതുള്ളത് കൊണ്ട് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ സമ്മറിൽ ഇത് ഞങ്ങൾ കൂളർ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ റെയിനി ആൻഡ് വിന്റർ സീസണിലാണെങ്കിൽ ഈ കൂളറിനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇതിനെ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് ഇതിൽ തന്നെ പ്ലേസ് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത ഒരു സ്റ്റഡി ടേബിളിന്റെ കൂട്ടും യൂസ് ചെയ്യാം. ആൻഡ് സിംഫനിയിലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് വാട്ടർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം നമുക്ക് മാനുവൽ ആയിട്ട് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പൈപ്പിനെ ടാപ്പിൽ അറ്റാച്ച് ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് വാട്ടർ ഫിൽ ആവും. ഇനി ബജാജിൽ നോക്കിയാൽ 2 സൈഡിലും വാട്ടർ ഇൻലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം 2 സൈഡ്സിൽ നിന്ന് വാട്ടറിനെ ഫിൽ ചെയ്യാം. എന്നാൽ ഈ എല്ലാ കൂളേഴ്സും ഡെയിലി എത്ര വാട്ടർ കൺസ്യൂം ചെയ്യുവാന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് റിവ്യൂസ് കാണുമ്പോൾ കുറെ പേര് പാഡ് ക്വാളിറ്റി കൊള്ളത്തില്ല എന്ന് കംപ്ലൈന്റ് ചെയ്യുക. സോ അതുകൊണ്ട് ഈ കൂളേഴ്സിൽ പാഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക. കൂളറിൽ നിന്ന് പ്രോപ്പർ കൂളിംഗ് വരണമെങ്കിൽ ഈ 3 things വളരെ ഇമ്പോർട്ടന്റ് ആണ്: പാഡ്സ് ക്വാളിറ്റി, പാഡ്സ് തിക്നെസ് ആൻഡ് വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി. ഈ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി എത്ര കൂടുതലുണ്ടെങ്കിൽ പാഡ്സ് അത്ര നേരം വെട്ടായിട്ടിരിക്കും. സോ ഇത് കാരണം കൂളിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആവും. ഈ 4 കൂളേഴ്സും ഹണികോം പാഡ്സ് കൊണ്ട് വരിക. ഇവിടെ നോക്കിയാ 3 സൈഡിലും പാഡ്സ് ഉള്ളത് കൊണ്ട് 3 സൈഡ്സിൽ നിന്ന് കൂൾ എയർ വരും. എല്ലാ ഹണികോം പാഡ്സ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കെൻസ്റ്റാറിൽ ആന്റി ബാക്ടീരിയൽ ഹണികോം പാഡ്സ് യൂസ് ചെയ്യുക, ബജാജിൽ ഹെക്സാകൂൾ മാസ്റ്റർ പാഡ്സ് യൂസ് ചെയ്യുക ആൻഡ് ഹാവൽസിൽ ബാക്ടീരിയൽ ഷീൽ ഹണികോം പാഡ്സിനെ യൂസ് ചെയ്യുക. ഇനി സിംഫനിയിലാണെങ്കിൽ റെഗുലർ ഹണികോം പാഡ്സിനെ യൂസ് ചെയ്യുക. ഇവിടെ കണ്ട കെൻസ്റ്റാർ, ബജാജ് ആൻഡ് സിംഫനി ഈ 3ലും ബ്ലൂ കളർ പാഡ്സിനെ യൂസ് ചെയ്യുക. ഇതിന്റെ മീനിങ് പാഡ്സിന്റെ മേളിൽ ഒരു സ്പെഷ്യൽ കോട്ടിംഗ് ആഡ് ചെയ്തു. ഇത് കാരണം
പാഡ്സിന് ബാക്ടീരിയ ആൻഡ് ഫംഗസ് പിടിക്കാതിരിക്കും. ഇനി സിംഫനിയിലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് IPR ടെക്നോളജി യൂസ് ചെയ്യുക. ഇത് നമുക്ക് റെഗുലർ ബാക്ടീരിയൽ പ്രൊട്ടക്ഷനിന്റെ കൂടെ റൂമിൽ എയർ പൊല്യൂഷൻ, ഡസ്റ്റ് അലർജി ഓർ വീട്ടിൽ ബാഡ് സ്മെൽ ഉണ്ടെങ്കിലും ഇത് എലിമിനേറ്റ് ചെയ്ത് പ്രിവെന്റ് ചെയ്യും. ഇപ്പോൾ ഇതിലുള്ള ഫാൻസ് ടെക്നോളജി നോക്കിയാൽ കെൻസ്റ്റാർ ആൻഡ് ബജാജ് ഇത് രണ്ടിലും ടർബോ ഫാൻ ടെക്നോളജി യൂസ് ചെയ്യുക. ഇത് സ്പെഷ്യൽ ആയിട്ട് ഹൈ സ്പീഡ് എയർ ഫ്ലോന് വേണ്ടി ഡിസൈൻ ചെയ്തതാ. ആൻഡ് സിംഫനിയിൽ പ്ലസ് എയർ ടെക്നോളജിനെ യൂസ് ചെയ്യുക. ഇത് സ്പെഷ്യൽ ആയിട്ട് CFT ഡിസൈനും കൊണ്ടാണ് വരുന്നത്. ആൻഡ് ഈ 3 ബ്രാൻഡ്സിലും ഫാൻസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. ഇനി ഹാവൽസിലാണെങ്കിൽ 5 ലീഫ് അലുമിനിയം മെറ്റൽ ഫാൻ ബ്ലേഡ് കൊണ്ടാണ് വരുന്നത്. ഇത് നോർമൽ ഫാൻ ബ്ലേഡ്സിനെക്കാളും ഡ്യൂറബിലിറ്റി കൂടുതലായിട്ടിരിക്കും ആൻഡ് നോയ്സും കുറവാണ്. ഇനി ഇതിൽ ഡബിൾ ബോൾ മോട്ടോർ ഡിസൈൻ കാരണം കൂളർ ലൈഫ് ടൈം ഇൻക്രീസ് ആവും ആൻഡ് വാട്ടർ റൊട്ടേഷൻ എഫിഷ്യൻസിയും ബെറ്റർ ആയിട്ട് കാണും. ഇപ്പോൾ വരെ ഞങ്ങൾ ഈ 4 കൂളേഴ്സിൽ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, വാട്ടർ ടാങ്ക് കപ്പാസിറ്റി എത്രയുണ്ട്, പാഡ്സ് ക്വാളിറ്റിനെ കുറിച്ച്, ഇനി ഫാൻ ടെക്നോളജിനെ കുറിച്ച് ആൻഡ് അതിലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിഞ്ഞല്ലേ. ഇപ്പോൾ ഇതിലുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇനി എന്തുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ്, ഐസ് ചേമ്പർ. ഓൺലി ബജാജിൽ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഐസ് ചേമ്പർ വരുന്നുണ്ട്. സോ മേളി ഐസ് ക്യൂബ്സ് ഇട്ട ഹോട്ട് സമ്മറിലും ഫാസ്റ്റ് കൂളിംഗ് തരും. പക്ഷെ റിമൈനിങ് 3 ബ്രാൻഡ്സിൽ ഈ ഫീച്ചർ ഇല്ല. നെക്സ്റ്റ്, തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് ഓർ ഓവർലോഡ് ആയാലും കൂളർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. ഇത് ഓൺലി ഹാവൽസിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് തേർഡ്, BE 5 സ്റ്റാർ റേറ്റിംഗിനെ കുറിച്ച് പറയണമെങ്കിൽ ഇവിടെ ഓൺലി കെൻസ്റ്റാറിൽ മാത്രമേ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഇനി എല്ലാ കൂളേഴ്സിലും വാട്ടർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ എല്ലാ കൂളേഴ്സും ഇൻവെർട്ടർ കമ്പാറ്റബിലിറ്റി കൊണ്ടാണ് വരുന്നത്. ഒരു പക്ഷെ പവർ ഓഫ് ആയാലും മോട്ടറിന്റെ മേളിൽ ലോഡ് വീഴാതെ ഇൻവെർട്ടറുടെ മേലിൽ റൺ ആവും. ഇനി ഇതിന്റെ പവർ കൺസംഷനെ കുറിച്ച് നോക്കിയാൽ ഇവിടെ കണ്ട ഹാവൽസ് ആൻഡ് സിംഫനി 180 വാട്ട്സ് പവറും കൊണ്ടാണ് വരുന്നത്. ബജാജ് 200 വാട്ട്സ് ആൻഡ് ലാസ്റ്റ് കെൻസ്റ്റാർ 230 വാട്ട്സ് ഉണ്ട്. ഇവിടെ കെൻസ്റ്റാർ ഹൈ പവർ കൺസ്യൂം ചെയ്താലും 5 സ്റ്റാർ റേറ്റിംഗ് കൊണ്ട് വരുന്നത് കാരണം പവർ ബില്ല് കുറവായിരിക്കും. ഇപ്പോൾ വരെ ഞങ്ങൾ കൂളേഴ്സിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കിയല്ലോ. സോ ഇപ്പൊ സൈഡ് ബൈ സൈഡ് വെച്ച് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. ഫസ്റ്റ്, എല്ലാ കൂളേഴ്സിൽ എയർ ഫ്ലോ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ അനിമോമീറ്ററിനെ യൂസ് ചെയ്ത് CFM-ൽ ചെക്ക് ചെയ്യുക. CFM എന്ന് പറഞ്ഞാൽ ക്യൂബിക് ഫീറ്റ് പെർ മിനിറ്റ്. ഇത് 1 മിനിറ്റിൽ എത്ര എയർ ഡെലിവർ ചെയ്യുമെന്നാണ്. ഇപ്പോൾ ഇത് എല്ലാത്തിനും ഹൈ സ്പീഡിൽ വെച്ച് കൂളറിൽ നിന്ന് 5 ഫീറ്റ് ഡിസ്റ്റൻസിൽ എത്ര എയർ ഡെലിവർ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ റിസൾട്ട്സ് നോക്കിയാൽ കെൻസ്റ്റാർ ആൻഡ് സിംഫനി ഈ രണ്ടിലും 8000+ CFM വാല്യൂ ഉണ്ട്. അങ്ങനെ തന്നെ ഹാവൽസ് ആൻഡ് ബജാജ് 6000+ CFM വാല്യൂ ഉണ്ട്. സെയിം ഇങ്ങനെ തന്നെ കൂളേഴ്സിനെ ലോ സ്പീഡിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ റിസൾട്ട്സ് നോക്കിയാൽ കെൻസ്റ്റാർ ആൻഡ് സിംഫനി ഈ രണ്ടും റിമൈനിങ് കൂളേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്താൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. ജനറൽ ആയിട്ട് കൂളേഴ്സിൽ നിന്ന് നോയ്സ് കൂടുതൽ വരും. അതുകൊണ്ട് ഇതിൽ നോയ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ കൂളേഴ്സിനെ ഹൈ സ്പീഡിൽ വെച്ച് നോയ്സ് എത്ര വരുമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഡെസിബൽ മീറ്ററിനെ യൂസ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ എല്ലാ കൂളേഴ്സും 67 to 68 ഡെസിബിൾസ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. എല്ലാം സിമിലർ ആയിട്ട് തന്നെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ്, കൂളിംഗ് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുക. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റൂം ടെമ്പറേച്ചറിനെ എക്സാക്ട് ആയിട്ട് 30 ഡിഗ്രീസിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഡിജിറ്റൽ തെർമോമീറ്ററിനെ 4 പ്ലേസസിൽ വെച്ചു. ഒന്ന് കൂളറിന്റെ മേളിൽ, സെക്കൻഡ് കൂളർ ഓപ്പോസിറ്റ് വാളിൽ, ഒന്ന് സൈഡ് സോഫയിൽ, ലാസ്റ്റ് സൈഡ് വാളിന്റെ മേളിൽ വെച്ച് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാ കൂളേഴ്സിനെ ഹൈ സ്പീഡിൽ വെച്ച് സ്വിംഗ് പ്ലസ് കൂൾ ഓപ്ഷനെ ഓൺ ചെയ്ത് 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് ആൻഡ് 15 മിനിറ്റ്സിൽ റീഡിംഗ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കൂളറിന്റെ അടുത്ത് എത്ര ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ബജാജ് എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് 4 ഡിഗ്രീസ് ഡ്രോപ്പ് ആയി. അങ്ങനെ തന്നെ കെൻസ്റ്റാറും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. നെക്സ്റ്റ്, കൂളർ ഓപ്പോസിറ്റ് വാളിൽ എത്ര ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി എന്ന് നോക്കാം. ഇവിടെയും എല്ലാ കൂളേഴ്സ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ ബജാജിൽ ഫാസ്റ്റ് ആയിട്ട് കൂളിംഗ് ഡ്രോപ്പ് ആയി. സെയിം സൈഡ് സോഫായിന്റെ അടുത്ത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്താൽ ഇങ്ങനെ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് സൈഡ് വാളിന്റെ അടുത്ത് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോ ഇങ്ങനെ ഉണ്ട്. സോ ഓവറോൾ ആയിട്ട് 4 പ്ലേസസിൽ റിസൾട്ട്സ് ഒബ്സർവ് ചെയ്ത കൂളിംഗ് വൈസ് എല്ലാത്തിനേക്കാൾ ബജാജ് നന്നായിട്ട് പെർഫോം ചെയ്തു. നെക്സ്റ്റ്, കെൻസ്റ്റാറും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. നെക്സ്റ്റ്, വാട്ടർ കൺസംഷൻ ടെസ്റ്റ് ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടി എല്ലാ കൂളേഴ്സിൽ എക്സാക്ട് ആയിട്ട് 20 ലിറ്റേഴ്സ് വാട്ടറിനെ ഫിൽ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓർമ്മ വെക്കേണ്ടത് എന്താന്ന് വെച്ചാൽ വാട്ടർ എത്ര ഫില്ലായാൽ, എത്ര കൂടുതൽ വാട്ടർ കൺസ്യൂം ആയാൽ അത്ര കൂടുതൽ എവാപറേഷൻ ആവും. ഇത് കാരണം റൂം കൂൾ ആയിട്ടിരിക്കും. ഇപ്പൊ കൂളേഴ്സിനെ ഹൈ സ്പീഡിൽ വെച്ച് 2.5 hours കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് കൂളർ ഫാസ്റ്റ് ആയിട്ട് വാട്ടറിനെ എവാപറേറ്റ് ചെയ്യുവാന്ന് നോക്കാം. ഇത് ഇനി ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടി ഇതിലുള്ള റിമൈനിങ് വാട്ടർ മുഴുവനും പിന്നെയും ഈ 20 ലിറ്റേഴ്സ് ക്യാനിലോട്ട് ഫിൽ ചെയ്ത് എത്ര വാട്ടർ ബാലൻസ് ഉണ്ടെന്ന് മെഷർ ചെയ്യാം. ഇവിടെ നോക്കിയാൽ സിംഫനി എല്ലാത്തിനേക്കാൾ കുറവ് വാട്ടറിനെ കൺസ്യൂം ചെയ്തു. ബജാജ് ആൻഡ് ഹാവൽസ് കുഴപ്പമില്ല എന്ന് പറയാം. ആൻഡ് എല്ലാത്തിനേക്കാൾ കൂടുതൽ വാട്ടറിനെ കെൻസ്റ്റാർ കൺസ്യൂം ചെയ്തു. ഇത് കാരണം കൂളിംഗ് നന്നായിട്ട് വരും.
നെക്സ്റ്റ് ഞങ്ങൾക്ക് കൂളേഴ്സിൽ വാറന്റിനെ കുറിച്ച് അറിയാവുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാന്ന് വെച്ചാൽ യൂഷ്വലി ഞങ്ങൾക്ക് ഈ വാറന്റി ബോഡിന് സെപ്പറേറ്റ് ആയിട്ട് ഇനി പമ്പ് ആൻഡ് മോട്ടറിന് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കും. ഇത് എത്ര കൂടുതലുണ്ടെങ്കിൽ അത്ര നല്ലതാ. ഇപ്പൊ ഈ 4 കൂളേഴ്സിൽ വാറന്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എല്ലാത്തിനേക്കാൾ കൂടുതൽ കെൻസ്റ്റാറിൽ 5 years പമ്പ് ആൻഡ് മോട്ടർ വാറന്റി കൊടുക്കുക ആൻഡ് 1 year കോംപ്രിഹെൻസീവ് വാറന്റിയും കൊടുക്കുക. നെക്സ്റ്റ് ബജാജിൽ 1 year സ്റ്റാൻഡേർഡ് വാറന്റി തരുക ആൻഡ് 2 years എക്സ്റ്റൻഡഡ് വാറന്റി കൊണ്ടാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് ഹാവൽസ് ആൻഡ് സിംഫണിയിലാണെങ്കിൽ മോട്ടർ ആൻഡ് പമ്പിന്റെ മേളിൽ വാറന്റി ഒന്നും ഇല്ല, ഓൺലി 1 year കോംപ്രിഹെൻസീവ് വാറന്റി കൊടുക്കുക. സോ കൂടുതൽ വാറന്റി ഉള്ളത് മേടിച്ചാൽ ലോങ് ടേമിൽ പ്രോബ്ലംസ് കുറവായിരിക്കും. സോ ഓവറോൾ ആയിട്ട് ഈ 4 കൂളേഴ്സിൽ ഡിസൈൻ, ഫീച്ചേഴ്സ്, റിയൽ ടൈം ടെസ്റ്റ് റിസൾട്ട്സ്, വാറന്റി, പ്രൈസ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഈ ടേബിളിൽ ഫൈനൽ റിസൾട്ട്സ് കണ്ട ഇതിൽ ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ കെൻസ്റ്റാർ. എന്നാന്ന് വെച്ചാൽ ഇതെല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി ബി സ്റ്റാർ സ്റ്റിക്കറിന്റെ മേളിൽ 5 star റേറ്റിംഗ് ഉള്ളത് കൊണ്ട് പവർ കൺസംഷൻ കുറവായിരിക്കും ആൻഡ് എല്ലാത്തിനേക്കാൾ ഇതിൽ കൂടുതൽ വാറന്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ ബജാജ്. ഇതും എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അതും സ്പെഷ്യലി കൂളിംഗ് ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് ഐസ് ചേമ്പറും ഉണ്ട് ആൻഡ് ഈ രണ്ടും അറൌണ്ട് 10,000 rupees കിട്ടുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഹാവൽസ് ആൻഡ് സിംഫണിയും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആരെങ്കിലും കൂളേഴ്സ് മേടിക്കാൻ നോക്കുവാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ടെസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.